الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. സൂറ അൽ-മാഇദ 104-ാമത്തെ വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്ക മുശ്രിക്കുകളുടെ അവസ്ഥ വിശദീകരിക്കുകയാണ്. എന്ത് തന്നെ അവരോട് സദുപദേശം നടത്തിക്കഴിഞ്ഞാലും അവർ പറയും, ഞങ്ങളുടെ പൂർവ്വപിതാക്കൾ ഏതൊരു മാർഗത്തിലായി ഞങ്ങൾ കണ്ടുവരുന്നുവോ അതുതന്നെ മതി ഞങ്ങൾക്കെന്നാണ് അവർ പറയുന്നത്. അതാണ് ഈ ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നത്. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ, തഅലൂ നിങ്ങൾ വരുവീൻ എന്ന് പറയപ്പെട്ടാൽ, ഇലാ മാ അൻസലല്ലാഹു, അല്ലാഹു അവതരിപ്പിച്ചതിലേക്ക്, അതായത് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിലേക്ക് നിങ്ങൾ വരുവീൻ, കടന്നു വരുവീൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ, വല്ല റസൂലി, ആ റസൂലിന്റെ ചര്യയിലേക്കും ആ നടപടിക്രമങ്ങളിലേക്കും ജീവിത ചര്യയിലേക്കും നിങ്ങൾ വരുവീൻ എന്ന് അവരോട് പറയപ്പെട്ടാൽ, ഖാലു, അപ്പോൾ അവർ പറയും, ഹസ്ബുനാ, ഞങ്ങൾക്ക് മതി, മാ വജദ്നാ അലൈഹി, യാതൊന്നിന്റെ മേൽ ഞങ്ങൾ കണ്ടെത്തിയോ, ആബാഅന, ഞങ്ങളുടെ പിതാക്കളെ, ഞങ്ങളെ പൂർവ്വപിതാക്കൾ യാതൊരു നടപടിക്രമത്തിലായി ഞങ്ങൾ കണ്ടെത്തിയോ അത് തന്നെ ഞങ്ങൾക്ക് മതി, അതല്ലാത്തതൊന്നും പുതുതായിട്ടൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്നവർ പറയും. നോക്കൂ നിങ്ങൾ, അതിനുള്ള മറുപടി പറയുകയാണ്. അവലോകാന ആബാഹും, അവരുടെ പിതാക്കളായിരുന്നാലുമോ, ലാ യഅലമൂന ശൈഅൻ, ഒന്നും അറിയാത്തവർ, ഒരു വിവരവുമില്ലാത്ത, ഒരു തരത്തിലുള്ള വിവേകമില്ലാത്ത, ബുദ്ധിയില്ലാത്തവരായിരുന്നാലുമോ അവരെ പിൻപറ്റുന്നത് എങ്ങനെയാണ്? വലാ യഹ്തദൂൻ, അവർ സന്മാർഗം പ്രാപിക്കാത്തവരായിരുന്നാലും, അവരുടെ പിതാക്കൾ ഒന്നും അറിയാത്തവരും സന്മാർഗം പ്രാപിക്കാത്തവരായാലും അത് തന്നെ മതിയോ ഇവർക്കും എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. സ്വന്തം പിതാക്കൾക്ക് വല്ല സത്യനിഷേധമുണ്ടോ? അതോ അവർ വിവേകപൂർവമാണോ ചിന്തിക്കുന്നത്, പെരുമാറുന്നത്? അല്ലാഹുവിന്റെ വചനങ്ങളെ സത്യപ്പെടുത്തുന്നുണ്ടോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കേണ്ടതല്ലേ. അല്ലാതെ പ്രത്യക്ഷത്തിൽ തന്നെ എല്ലാത്തിനെയും നിഷേധിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ പൂർവ്വപിതാക്കൾ പകർന്നത് മാത്രം മതി എന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി സത്യവിശ്വാസികൾക്ക്, ലോക ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങേയറ്റം നാം ഉറ്റാലോചിക്കേണ്ട, മനസ്സിരുത്തി പഠിക്കേണ്ട, ഉൾക്കൊള്ളേണ്ട, ഗ്രഹിക്കേണ്ട ഒരു വചനമാണ്. അൽഹംദുലില്ലാഹി